ഹലോ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ട്രേഡർ ആയാലും ഇൻവെസ്റ്റർ ആയാലും തുടക്കം മുതൽ, അതായത് ഒരാൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ തുടക്കം മുതൽ ആ ട്രേഡർ എല്ലാ ദിവസവും വ്യൂ ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് വേറെ പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് ട്രേഡിംഗ് ആയിട്ട് പരിചയമുള്ളവരും അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ഏതെങ്കിലും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം, അതായത് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കുറേ പേർക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് വ്യൂവിലേക്ക് വരുമ്പോഴേക്കും എന്തിനാണ് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് ഇപ്പോൾ ഒരു ട്രേഡർ ആണെങ്കിലും ഇൻവെസ്റ്റർ ആണെങ്കിലും ഗ്രാഫ് നോക്കി അല്ലെങ്കിൽ ചാർട്ട് നോക്കിയായിരിക്കും നമ്മൾ സ്റ്റോക്ക് പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കി ഫണ്ടമെന്റൽസ് നോക്കിയിട്ട് അത് മാത്രം നോക്കിയിട്ടായിരിക്കത്തില്ല പിക്ക് ചെയ്യുന്നത്. ഫണ്ടമെന്റൽസ് നോക്കി കഴിഞ്ഞിട്ട് ചാർട്ടോടെ നമ്മൾ അനലൈസ് ചെയ്യും. അതേസമയം ട്രേഡർ ആണെങ്കിലോ ചാർട്ട് മാത്രം, അതായത് ചാർട്ടാണ് മെയിനായിട്ട് ട്രേഡറിൻ്റെ മെയിനായിട്ട് പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ചാർട്ട് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചാർട്ട് നോക്കുക അല്ലെങ്കിൽ ഗ്രാഫ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ, അല്ലെങ്കിൽ ഇപ്പം അപ്സ്റ്റോക്സ് എടുക്കുകയാണെങ്കിലും ഗ്രോ എടുക്കുകയാണെങ്കിലും ഏതൊരു പ്ലാറ്റ്ഫോം എടുക്കുകയാണെങ്കിലും അതിൽ തന്നെ ഗ്രാഫ് അവൈലബിൾ ആണ്. പക്ഷേ ആ ഗ്രാഫ് നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർഫേസ് നമുക്കൊരു അത്ര കംഫർട്ട് ആയിരിക്കത്തില്ല. പക്ഷേ ഈ ട്രേഡിംഗ് വ്യൂയിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട്, നമുക്ക് അടിപൊളിയായിട്ട്, നമുക്ക് ഒത്തിരി ഇൻഡിക്കേറ്റേഴ്സും ഒത്തിരി ക്ലാരിറ്റിയോട് കൂടി നമുക്ക് ഗ്രാഫ് റീഡ് ചെയ്യാനും അതുപോലെ അനലൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നമുക്ക് മെയിനായിട്ട് യൂസ് വരുന്നത് ചാർട്ട് അനലൈസ് ചെയ്യാനും ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ചാർട്ട് റീഡ് ചെയ്യാനൊക്കെയാണ്. അപ്പം ഇതിനകത്ത് ഇപ്പം ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എടുക്കുമ്പോഴേക്കും ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ ലോഗിൻ ചെയ്ത് നമ്മുടെ നമ്മുടെ മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് കിടക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആയിട്ട് വരും? ഇൻഡിക്കേറ്റേഴ്സ് വരും, അതുപോലെ തന്നെ ക്യാൻഡിൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസ് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ ട്രേഡിംഗ് ഐഡിയാസ്, അതായത് അതിൽ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ട്രേഡ് ഐഡിയാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഐഡിയാസ്, അതായത് നമുക്കത് പഠിച്ച് ചെയ്യാനായിട്ട്, ഈ ഗ്രാഫ് ത്രൂ പഠിച്ച് ചെയ്യാനായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഐഡിയാസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂസ് മെയിനായിട്ട് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ മാർക്കറ്റ് മാത്രമല്ല വേൾഡിലെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും ഇതിനകത്ത് ഈ ട്രേഡിംഗ് വ്യൂവിനകത്ത് നമുക്ക് ഡയറക്റ്റ് വാച്ച് ചെയ്യാൻ പറ്റും. പിന്നത്തെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പല പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫോറക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലെന്താ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്, US, സിംഗപ്പൂര്, ബാക്കി മാർക്കറ്റ്സ്, അതുപോലെ ഫോറക്സ് ഉണ്ട്, ബിറ്റ്കോയിൻ ഉണ്ട്, കമ്മോഡിറ്റീസ് ഇതൊക്കെ നമ്മൾ ഫോറക്സ്, ബിറ്റ്കോയിൻ, കമ്മോഡിറ്റീസ് ഇതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പം ഈ പറഞ്ഞ ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ US, UK ഇതുപോലത്തെ മാർക്കറ്റ് ആണെങ്കിലും നമുക്ക് ബ്രോക്കേഴ്സിൽ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രോയിലാണെങ്കിലും അപ്സ്റ്റോക്സിലാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റും അതുപോലെ കമ്മോഡിറ്റീസ് ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞ സാധനം ചിലപ്പം ഈ അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനാണെങ്കിലോ അല്ലെങ്കിൽ ഗ്രോയിലാണെങ്കിലോ ചില പ്ലാറ്റ്ഫോമിൽ മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ, എല്ലാത്തിനകത്തൊന്നും കാണില്ല. അപ്പം ഈ കാര്യങ്ങളുടെ എല്ലാം ഗ്രാഫും അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കണമെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് മെയിൻ ഒരു അഡ്വാൻറ്റേജ്. അതായത് ഓൾ ഇൻ വൺ എന്നൊക്കെ പറയുന്ന പോലെ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനകത്ത് എല്ലാ മാർക്കറ്റും, വേൾഡിലുള്ള എല്ലാ മാർക്കറ്റും അതിൻ്റെ ന്യൂസും നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ട്രേഡിംഗ് വ്യൂ എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഞാൻ തന്നു. അപ്പോൾ ബാക്കി നമുക്ക് സ്ക്രീൻ റെക്കോർഡിലൂടെ ട്രേഡിംഗ് വ്യൂ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്താണെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ യൂസസ് എന്നൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്കിന്ന് സ്ക്രീനിൽ നേരിട്ടൊന്ന് ട്രേഡിംഗ് വ്യൂ എന്താണെന്നും ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂയിലേക്ക് പോകണമെങ്കിൽ നേരെ ഗൂഗിളിൽ കയറുക. ഗൂഗിളിൽ കയറിയിട്ട് ട്രേഡിംഗ് വ്യൂ അടിക്കുക.
ട്രേഡിംഗ് വ്യൂ എന്ന് അടിക്കുമ്പോഴേക്കും എന്താ ട്രേഡിംഗ് വ്യൂവിൻ്റെ കണ്ടോ ഫസ്റ്റ് തന്നെ നടക്കുന്നത് ട്രേഡിംഗ് വ്യൂ ട്രാക്ക് ഓൾ മാർക്കറ്റ്സ് എന്നുണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും കണ്ടോ. ഇതാണ് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഫസ്റ്റ് ഹോം ഇൻ്റർഫേസ്. ഇതാണ് എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ. അപ്പം ഇതിനകത്ത് ഇൻ്റർഫേസിൽ ആദ്യമേ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തേക്കുന്നത് നിങ്ങളുടെ ജിമെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ സൈൻ ഔട്ട് ആണ്. ഇപ്പോൾ എനിക്ക് ഞാൻ സൈൻ ഇൻ ആണ് ഓൾറെഡി. അപ്പോൾ സൈൻ ഇൻ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിനകത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് സൈൻ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം മാർക്കറ്റ് സമ്മറി, ഇൻഡിസസ് കാണാം, നിഫ്റ്റി 50, സെൻസെക്സ്, S&P 500, സ്റ്റോക്സ് ഉണ്ട്. അതുപോലെ തന്നെ പല സ്റ്റോക്സ് ഇതൊക്കെ ഓൾറെഡി ഇൻ്റർഫേസിനകത്ത് ഇവർ കൊടുത്തേക്കുന്നതാണ്. ടോപ്പായിട്ടുള്ള സ്റ്റോക്സ് കണ്ടോ, TCS, HDFC, റിലയൻസ് കണ്ടോ സ്റ്റോക്സ്. ഇനി ക്രിപ്റ്റോയിൽ ബിറ്റ് കോയിൻ ഉണ്ട്, എതേറിയം ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ബിറ്റ് കോയിൻ്റെ കണ്ടോ പ്രൈസ് ജസ്റ്റ് ഒരു ഗ്രാഫ് പോലെ കാണിക്കുന്നുണ്ടോ. അതുപോലെ ഫോറക്സ് ആണെങ്കിൽ കണ്ടോ USD INR, യൂറോ INR, യൂറോ USD കണ്ടോ, ഫ്യൂച്ചേഴ്സ്, ബോൺസ്, ഇതെല്ലാം മാർക്കറ്റ് സമ്മറി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് എന്താ പറയുക എഡിറ്റേഴ്സ് പിക്സ് എന്ന് പറഞ്ഞിട്ട് ട്രേഡ് ഐഡിയാസ് കണ്ടോ. പലരും ഇങ്ങനെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നതാണ്. നമുക്ക് ജസ്റ്റ് അനലൈസ് ചെയ്യാം, വാച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ എഡ്യൂക്കേഷണൽ ഐഡിയാസ് വേറെ ഉണ്ട്, വീഡിയോ ഐഡിയാസ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താഴത്തോട്ട് വരുമ്പോഴേക്കും എന്താ നോക്കാമല്ലോ, ജസ്റ്റ് കമ്മ്യൂണിറ്റി ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ കണ്ടോ. അതായത് കുറച്ച് ഷെയർസിൻ്റെ കുറച്ച് ഷെയർസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എന്താ ട്രെൻഡ്. അതായത് നമുക്ക് ഒറ്റ ഒരു വ്യൂവിൽ നോക്കാം, ജസ്റ്റ് ഇൻ്റർഫേസിൽ അവരിങ്ങനെ കൊടുത്തേക്കുന്നതേ ഉള്ളൂ. പിന്നെ അത് ഹയസ്റ്റ് വോളിയം സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ കൊടുത്തേക്കുന്നുണ്ടോ കുറച്ച് സ്റ്റോക്സ്. പിന്നെ സ്റ്റോക്ക് ഗെയിനേഴ്സ്. ഇപ്പം മാർക്കറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 1:30 അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ജസ്റ്റ് ഒരു ചേഞ്ച് കാണിക്കുന്നത് ഇടയ്ക്ക് കേട്ടോ. അപ്പം സ്റ്റോക്ക് ലോസേഴ്സ്, സ്റ്റോക്ക് ഗെയിനേഴ്സും കാണിക്കുന്നുണ്ട്. ഗെയിനേഴ്സ് ലോസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്നത്തെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്, ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ വാല്യൂവിൽ ചേഞ്ച് വന്നേക്കുന്നത് പോസിറ്റീവിൽ ആണെങ്കിൽ സ്റ്റോക്ക് ഗെയിനേഴ്സ് നോക്കണം, നെഗറ്റീവ് ആണെങ്കിൽ താഴത്തോട്ടാണ് പോയേക്കുന്നതെങ്കിൽ സ്റ്റോക്ക് ലോസേഴ്സ് നോക്കണം. ഓക്കെ, അപ്പം കാണിക്കുന്നുണ്ടോ. അപ്പം ടെറാ സോഫ്റ്റ്വെയർ 61 രൂപയാണ് ഷെയറിൻ്റെ പ്രൈസ്, 19 രൂപ ഇന്ന് കൂടി ഒരു ദിവസം കൊണ്ട്. ഓക്കെ, പിന്നെ ഇന്ത്യൻ സ്റ്റോക്സ് ന്യൂസ് ഇപ്പം ഇത് കണ്ടോ, ഈ ന്യൂസ് 4 minutes എഗോ വന്നതാണ് കണ്ടോ, ഇങ്ങനെ 5 minutes എഗോ. ഇത് ന്യൂസ് വരുന്നൊരു ഭാഗമാണ് താഴത്തോട്ട് വരുമ്പോൾ. പിന്നെന്താ വേൾഡ് ബിഗ്ഗസ്റ്റ് കമ്പനീസ്, ഇത് ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ഇതൊക്കെ വേൾഡ് മാർക്കറ്റിലെ എല്ലാം കൂടെ വെച്ചിട്ടാണ് നോക്കുന്നത്. എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഇതാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത് ഇപ്പോൾ, മനസ്സിലായോ. പിന്നെ വേൾഡ് സ്റ്റോക്ക് ന്യൂസ് ഫ്ലോ, അതായത് വേൾഡിലെ തന്നെ സ്റ്റോക്കുകളുടെ ന്യൂസ്, അതും ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് കണ്ടോ. താഴത്തോട്ട് ഒരുപാട് ഇങ്ങനെ പോവാം, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇൻഡിസസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ അത് ഇവിടെ പ്രൊഡക്ട്സ് ഉണ്ട്. ഇവർക്ക് ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം. അതുപോലെ പ്രൊഡക്ട്സ് കണ്ടോ, പ്രൊഡക്ട്സിനകത്ത് സൂപ്പർ ചാർട്ട്സ് ഉണ്ട്, സ്ക്രീനേഴ്സ് സ്റ്റോക്ക് സ്ക്രീനേഴ്സ് ആയിരിക്കാം. ഇപ്പോൾ നമുക്ക് എടുക്കണമെങ്കിൽ സ്റ്റോക്കിൻ്റെ സ്ക്രീനർ വേണമെങ്കിൽ അതിങ്ങനെ ചെയ്യാം. പിന്നെ ഫോറക്സിൻ്റെ സ്ക്രീനർ അങ്ങനെ നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം. ക്രിപ്റ്റോ പേയേഴ്സ് കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ യൂറോ USD, എന്താ പറയുക കനേഡിയൻ ഡോളർ, അങ്ങനെ പല കറൻസി പേയേഴ്സ് ഫോറക്സിലേക്ക് വരുമ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നോക്കാം. പിന്നെ എന്താ എക്കണോമിക് കലണ്ടർ ഉണ്ട്, പ്രൈസിങ്, ഫീച്ചേഴ്സ്, മാർക്കറ്റ് ഡാറ്റ. അതുപോലെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ കണ്ടോ ഓവർവ്യൂ ലൈവ് സ്ട്രീംസ്, ട്രേഡ് ഐഡിയാസ് കണ്ടോ, ചാർട്ട്, എഡിറ്റേഴ്സ് പിക്സ് നേരത്തെ നമ്മൾ താഴെ കണ്ടില്ലേ അതുപോലെ. പിന്നെ എഡ്യൂക്കേഷണൽ ഐഡിയാസ് കണ്ടോ, ട്രെൻഡിങ് ഐഡിയാസ്, ട്രേഡിംഗ് ടൂൾസ്, ട്രേഡിംഗ് പ്ലാൻ, അങ്ങനത്തെ കാര്യങ്ങൾ, സ്ക്രിപ്റ്റ്സ്, ഇൻഡിക്കേറ്റേഴ്സ്, സ്ട്രാറ്റജീസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇത് മാർക്കറ്റ്സിനകത്തേക്ക് പോകണമെങ്കിൽ ഇപ്പം ഏതൊക്കെ കൺട്രീസാണ് നമുക്ക് ഇന്ത്യ കൊടുത്ത് കഴിയുമ്പോൾ നോക്കാമല്ലോ കണ്ട. അപ്പോൾ ഇന്ത്യയുടെ കാര്യങ്ങളാണ് ഇനി ഇന്ത്യയുടെ ആണ് മൊത്തം വരത്തുള്ളൂ. നേരത്തെ നമ്മൾ വേൾഡിൻ്റെ കൊടുത്തില്ലായിരുന്നോ, ഇപ്പോൾ ഇന്ത്യയുടെ വരത്തുള്ളൂ, അങ്ങനെ സംഭവം. പിന്നെ ന്യൂസ് ഫ്ലോ നേരത്തെ നമ്മൾ താഴെ കണ്ടില്ലേ ന്യൂസ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, മോറിനകത്ത് ഹെൽപ്പ് ഉണ്ട്, ഡൗൺലോഡ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അപ്പം നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മളെന്താ ഇവിടെ പ്രൊഡക്ട്സിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് സ്ക്രീനേഴ്സ് ഉണ്ട്. സ്ക്രീനേഴ്സിനകത്ത് ഇപ്പോൾ സ്റ്റോക്ക് എടുത്ത് നോക്കാം. സ്റ്റോക്ക് എടുക്കുമ്പോൾ എന്താ സ്റ്റോക്ക് സ്ക്രീനറാണ് വരുന്നത് കണ്ടോ.
പിന്നെ നമുക്ക് പെർഫോമൻസ് വൈസ് ഉണ്ട്, ഓവർവ്യൂ ഉണ്ട്, എക്സ്റ്റെൻഡ് അവേഴ്സ്, വാല്യുവേഷൻ, ഇങ്ങനെ പല പല ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിനകത്ത് പെർഫോമൻസ് വൈസ് ആണെങ്കിൽ ഇപ്പം മാറുവേ, കണ്ടോണേ. പെർഫോമൻസ് വൈസ് ആണ് ഇത് നമുക്ക് കാണിച്ചേക്കുന്നത്. അതായത് റിലയൻസ്, TCS, HDFC ബാങ്ക്, ICICI ബാങ്ക് മേളിൽ നിന്ന് താഴത്തോട്ട്, അതായത് ഏറ്റവും കൂടുതൽ നല്ല പെർഫോമൻസ് ഉള്ളത് തൊട്ട് താഴത്തേക്ക് വരുവാണ്. ഓക്കെ, അപ്പം കണ്ടോ പെർഫോമൻസ് നമ്മളിവിടെ ഇതിനകത്ത് ഫിൽറ്ററിനകത്ത് പെർഫോമൻസ് കൊടുത്തുകൊണ്ടാണ് താഴത്തേക്ക് പെർഫോമൻസിൻ്റെ ബേസിലാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, വാല്യുവേഷൻസ്, ഡിവിഡൻസ് കൊടുക്കുന്ന കമ്പനീസിൻ്റെ ഫിൽറ്റർ ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. അതുപോലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് വൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓസിലേറ്റേഴ്സ്, ട്രെൻഡ് ഫ്ലോ, അങ്ങനെ നമുക്ക് ഫിൽറ്റേഴ്സ് ഒത്തിരി അവൈലബിൾ ആണ് ഇതിനകത്ത്. അപ്പം അപ്പോൾ നമ്മൾ ഇത് നോക്കി. ഇനി നമുക്ക് ഇതിനകത്ത് വേറെ ഇതിനകത്ത് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം കേട്ടോ. സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നോക്കാം. ഇതുണ്ട് വോളിയം ലീഡേഴ്സ്, ഏറ്റവും കൂടുതൽ വോളിയുള്ള സ്റ്റോക്ക് കണ്ടുപിടിക്കാം. ടോപ്പ് ഗെയിനേഴ്സ് കണ്ടുപിടിക്കാം. ടോപ്പ് ഗെയിനേഴ്സ് എടുക്കുവാണെങ്കിൽ നേരെ ടോപ്പ് ഗെയിനേഴ്സ് കണ്ടോ, ഓരോന്നായിട്ട് വന്നു മേളിൽ താഴത്തോട്ട് ഏറ്റവും നന്നായിട്ട് ഗെയിൻ ചെയ്തേക്കുന്നത് ഏത് കമ്പനിയാണോ അത് തൊട്ട് താഴത്തോട്ട് ഇങ്ങനെ വരും. കണ്ടോ ടോപ്പ് ഗെയിനേഴ്സ്. ഇന്ന് നമുക്ക് ഇപ്പം ചേഞ്ച് അങ്ങനെ ഇത് കണ്ടോ, 1 month ചേഞ്ച്, 5 months ചേഞ്ച്, 15 months ചേഞ്ച്, 1 hour ചേഞ്ച്, അങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ചാർട്ട് റീഡിങ്ങും കാര്യങ്ങളും പാറ്റേൺ നോക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ യൂസ് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് സ്റ്റോക്ക് സ്ക്രീനേഴ്സ് ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതല്ലാതെ വേറെ സ്റ്റോക്ക് സ്ക്രീനറിൻ്റെ കാര്യം നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഓക്കെ, പിന്നെ സൂപ്പർ ചാർട്ട്സ് എന്ന് പറഞ്ഞ സംഭവം കണ്ടോ, ഇതെടുക്കുമ്പോഴേക്കും ലോഡിംഗ് ആണേ. ഇതെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് വരും. അതായത് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ട്രേഡിംഗ് വ്യൂ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയർ ആണ് ട്രേഡിംഗ് വ്യൂ. അപ്പോൾ ട്രേഡിംഗ് വ്യൂ നിങ്ങൾക്ക് പെയ്ഡായിട്ട് നിങ്ങൾക്ക് ഉണ്ട്, പെയ്ഡായിട്ട് വേണമെങ്കിൽ എടുക്കാം. പെയ്ഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് നമുക്ക് ഇതിനകത്ത് ഒരു 3 അല്ലെങ്കിൽ 2 to 3 ഇൻഡിക്കേറ്റേഴ്സ് വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അറ്റ് എ ടൈം. ഓക്കെ, അറ്റ് എ ടൈം 2 to 3 ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അല്ലാതെ മെയിനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് വേർഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പെയ്ഡ് വേർഷൻ യൂസ് ചെയ്യാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ വാച്ച് ലിസ്റ്റ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊന്നും കണ്ട് നിങ്ങൾ നോക്കണ്ട, ഇത് ഞാൻ ജസ്റ്റ് നേരത്തെ വരച്ച് വെച്ചതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കിട്ടുന്നത്. ഇങ്ങനൊരു ഇൻ്റർഫേസ്, ഏതെങ്കിലും ഗ്രാഫ് അതിനകത്തുള്ള ആ സമയത്തുള്ള ഗ്രാഫും ഇങ്ങനൊരു ഇൻ്റർഫേസും കിട്ടും നിങ്ങൾക്ക് ഗ്രാഫിൻ്റെ എടുക്കും. അപ്പോൾ ഇതിലാണ് നമ്മുടെ മൊത്തം പരിപാടി. അതായത് നമ്മൾ ട്രേഡ് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുവാണെങ്കിലും നമ്മൾ ചാർട്ട് റീഡ് ചെയ്യുന്നതെല്ലാം ഈ ട്രേഡിംഗ് വ്യൂ ആണ് നമുക്ക് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുന്നത്. അപ്പോൾ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കുന്നത്. അപ്പം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്ലാസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രേഡിംഗ് വ്യൂ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ എന്തായാലും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് ട്രേഡ് ചെയ്യുവാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിലും നിങ്ങൾ ചാർട്ട് റീഡ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിനായിട്ട് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ. ഓക്കെ, അപ്പം ഇത് ഞാൻ എൻ്റെ പെയ്ഡ് വേർഷൻ അല്ല, എൻ്റെ നോർമൽ വേർഷൻ തന്നെയാണ്. അപ്പം ഇതിനകത്ത് കണ്ടോ, ഇവിടെ ടൂൾസ് കിടപ്പുണ്ട്, കുറച്ച് ടൂൾസ്. ഇവിടെ നമുക്ക് പല പല ടൂൾസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം, നമുക്ക് വേണ്ട കമ്പനി ഏതാണെന്ന് ഉള്ളത്. ഇപ്പം നമുക്ക് ഇവിടെ നമുക്ക് ഓരോന്ന് അല്ലാതെ തന്നെ സ്റ്റോക്സ് മാത്രമാണെങ്കിൽ സ്റ്റോക്സ്, ഇൻഡിസസ് മാത്രമാണെങ്കിൽ ഇൻഡിസസ്, ബോൺഡ്സ്, എക്കോണമി, ഫ്യൂച്ചേഴ്സ്, ഫോറക്സ്, ഇതെല്ലാം സെപ്പറേറ്റ് കൊടുക്കുക. ഓൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓൾ ഇട്ട് കൊടുത്തിട്ട് IRCTC കണ്ടോ, നമ്മൾ ഇത്ര അടിച്ചപ്പോൾ തന്നെ വന്നോ. ഇതിനകത്ത് ഇത് നോക്കണം, ഇപ്പം നമ്മൾ നോക്കണം. അതായത് ഇതിനകത്ത് ഇന്ത്യൻ റെയിൽ ടൂർ കോർപ്പറേഷൻ ലിമിറ്റഡ് IRCTC സ്റ്റോക്ക് NSE കണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്റ്റോക്ക്. ഇതെടുക്കുമ്പോഴേക്കും കണ്ടോ എൻ്റെ ഗ്രാഫ് വന്നുണ്ടോ IRCTCയുടെ. അതുപോലെ നമ്മളിപ്പം റിലയൻസ് എടുക്കുകയെന്ന് വെച്ചോ.
റിലയൻസ് എടുക്കുമ്പോൾ നമ്മൾ ഇത്ര അടിക്കുമ്പോൾ തന്നെ റിലയൻസ് വന്നില്ലേ. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നാണ് അതിൻ്റെ ശരിക്കുള്ള നമ്മുടെ സ്റ്റോക്കിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് കുറേ റിലയൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ഈ റിലയൻസ് വന്നിട്ട് ഇവിടെ 2 റിലയൻസ്, ഇവിടെ 3 റിലയൻസ് വന്നിട്ടുണ്ട് ടോട്ടൽ. ഇവിടെ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ട്, നമ്മൾ NSE ആണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പം എന്ത് കണ്ടോ, സ്റ്റോക്ക് NSE. ഇതേതാ, ഇത് സ്റ്റോക്ക് BSE ആണ്. കണ്ടോ, ഇവിടെ ഫ്യൂച്ചേഴ്സ് ആണ്. ഇത് ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പം ഇതൊന്നും നമുക്ക് വേണ്ട, നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് NSE ആണ്, ഇതാണ് നമുക്ക് അറിയേണ്ടത്, നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യുക. കണ്ടോ, സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാഫ് വന്നുണ്ടോ, കണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് പറഞ്ഞു. ഇനി ഈ നമുക്കിതാണ് വാച്ച് ലിസ്റ്റ്. ഇതാണ് നമ്മുടെ വാച്ച് ലിസ്റ്റ്. അതായത് ഇതിങ്ങനെ നമുക്ക് പോപ്പപ്പ് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റാം. പോപ്പപ്പ് ചെയ്ത് ഇങ്ങനെ വരും. നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്ക് കാണാമോ, ഇത് ഈ ഒരു സംഭവം കണ്ടോ, നോട്ടിൻ്റെ ഒരു സംഭവം. ആ സിമ്പിൾ എടുക്കുമ്പോഴാണ് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്നത് വാച്ച് ലിസ്റ്റ്. അപ്പോൾ വാച്ച് ലിസ്റ്റ് എടുക്കുമ്പോഴേക്കും നമുക്ക് ഇത് ഞാൻ ആഡ് ചെയ്തിട്ടേക്കുന്ന. അപ്പോൾ ഇതിനകത്ത് ദേഹണ്ട ആഡ് ചെയ്യാനായിട്ട് എന്താ ചെയ്യണ്ടേ, ഇവിടെ ഒരു ആഡ് സിമ്പിൾ കണ്ടോ, അത് കൊടുക്കുമ്പോൾ കണ്ടോ വന്നുണ്ടോ. ഇപ്പോൾ റിലയൻസ് എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഓൾറെഡി റിലയൻസ് അടിച്ചതല്ലേ, നമുക്കിപ്പം എന്താ പറയുക, ഇൻഫോസിസ് ഇത് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടോ ഒരു ആഡ് ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ഇൻഫോസിസിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ആഡ് ആയിട്ടുണ്ട് കണ്ടോ, ഇൻഫി ഇവിടെ ആഡ് ആയുണ്ടോ. ഇനി നിങ്ങൾക്ക് സെറ്റിങ്സിനകത്ത് ഇവിടെ പോയിട്ട് ആഡ് സെക്ഷൻ കണ്ടോ, ആഡ് സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെക്ഷൻ ആഡ് ആവും. സെക്ഷൻ 1 എന്ന് പറഞ്ഞ് വന്നുണ്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെക്ഷൻ 1 നിങ്ങൾക്ക് ഇപ്പം ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നോക്കി വെച്ചേക്കുന്നതാണെങ്കിൽ, എന്താ പറയുക, സ്വിങ് ചെയ്യാനുള്ള സ്റ്റോക്സിൻ്റെ ലിസ്റ്റ്. അപ്പം നമുക്കിങ്ങനെ ജസ്റ്റ് സ്വിങ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സ്വിങ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു വാച്ച് ലിസ്റ്റ് വന്നു കണ്ടോ. അപ്പം നമ്മൾ ഇനി ആഡ് ചെയ്യുമ്പോഴേക്കും എന്താ, സ്വിങ്ങിന് നമ്മൾ കുറച്ച് സ്റ്റോക്സ് നോക്കി വയ്ക്കുക. ടാറ്റ പവർ, TCS, ടാറ്റ കൺസൾട്ടൻസി നമ്മൾ ആഡ് ചെയ്തു. പിന്നെന്താ, നമുക്ക് ടാറ്റ പവർ വേണം, ആഡ് ചെയ്തു. പിന്നെന്താ നമുക്ക് വേണ്ടത്, നമുക്കൊരു MRF ആഡ് ചെയ്തു. അതുപോലെ തന്നെ എന്താ, HDFC ബാങ്ക് കണ്ടോ, HDFC ബാങ്ക് കണ്ടോ. ഒത്തിരി HDFCയുടെ സ്റ്റോക്കുകൾ ഒത്തിരി ഉണ്ട്, ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ നോക്കണ്ടേ, സ്റ്റോക്ക് എന്ന് എഴുതിയേക്കുന്നത് NSE എന്ന് എഴുതിയേക്കുന്നതാണ് കൊടുക്കേണ്ടത്. അപ്പം അത് ആഡ് ചെയ്തു കണ്ടോ, ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ സ്വിങ്ങിനകത്ത് കണ്ടോ ഒരു വാച്ച് ലിസ്റ്റ് പോലെ ആയില്ലേ. സ്വിങ്ങിന് നമ്മൾ നോക്കി വെച്ചേക്കുന്ന സ്റ്റോക്കുകൾ നമുക്കിങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ആഡ് സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ വന്നുണ്ടോ, ആ സെക്ഷന് നമുക്ക് പേര് മാറ്റിയിട്ട് കൊടുക്കാം. എന്താ, ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് നോക്കുന്ന സ്റ്റോക്സ് ആണ് ആഡ് ചെയ്യണമെങ്കിൽ ലോങ് ടേം അടിക്കുക. എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക IRFC, ഇന്ത്യൻ റെയിൽവേ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ഞാൻ ആഡ് ചെയ്തു. പിന്നെ ഏതാ, ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് കണ്ടോ, NSE സ്റ്റോക്ക് ആഡ് ചെയ്തു. രണ്ടെണ്ണം ഞാൻ ലോങ് ടേമിലേക്ക് നോക്കുന്നത്. അപ്പം ആ സെക്ഷനിൽ ലോങ് ടേമിലേക്ക് ഞാൻ കണ്ടോ 2 ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. നേരത്തെ നമ്മൾ ആഡ് ചെയ്യുന്നത് സ്വിങ് എന്ന് പറഞ്ഞ് കിടക്കണുണ്ടോ, ആഡ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് ഇൻട്രാഡേ ചെയ്യാനാണ് നമ്മൾ. ഇപ്പോൾ നാളെ ഞാൻ ഇൻട്രാഡേ ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ കുറച്ച് സ്റ്റോക്സ് ഗ്രാഫ് നോക്കിയിട്ട് അതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ താഴത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരച്ച് വെച്ചേക്കുന്നത്, ബ്രേക്ക് ഔട്ടിന് ചാൻസ് ഉള്ള സ്റ്റോക്സ് നമ്മൾ കുറച്ച് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നാളത്തേക്ക് എനിക്ക് എന്താ പറയുക, ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയിടാം നമുക്കിവിടെ. ഇൻട്രാഡേ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടു. എന്നിട്ട് നമുക്ക് എന്താ, നാളത്തേക്ക് ഇൻട്രാഡേക്ക് ഇതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് ആഡ് ചെയ്തു. IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഇതേ കണ്ടോ, സ്റ്റോക്ക് NSE കണ്ടോ, ആഡ് ചെയ്തു. അതുപോലെ തന്നെ എന്താ, MRPL, മാംഗ്ലൂർ പെട്രോ കെമിക്കൽ റിഫൈനറിയാണ്. അപ്പം NSE കണ്ടോ, സ്റ്റോക്ക് NSE ആഡ് ചെയ്തു. ഇനി എന്താ, അദാനി പോർട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഞാനൊരു 4 സ്റ്റോക്കുകൾ നാളത്തേക്ക് ഇൻട്രാഡേക്ക് സെലക്ട് ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ എന്ന് പറഞ്ഞ് കൊടുത്ത് നമുക്ക് മാറി പോകാതിരിക്കാൻ വേണ്ടി, എല്ലാം കൂടെ മിക്സ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻട്രാഡേ എന്ന് പറഞ്ഞൊരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുന്ന കാര്യം ഇനി ഡൗട്ടൊന്നും ഇല്ലല്ലോ, ക്ലിയർ ആയില്ല എല്ലാവർക്കും. തന്നെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതൊക്കെ കേട്ടോ. പിന്നെ ഇനി എന്താണ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് പഠിച്ചു. ഇനി വാച്ച് ലിസ്റ്റ് ഇത് കണ്ടോ, ക്രിയേറ്റ് ന്യൂ വാച്ച് ലിസ്റ്റ്, റെഡ് ലിസ്റ്റ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇൻഡെക്സ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിഫ്റ്റി കണ്ടോ, നിഫ്റ്റി ഇതെടുത്ത് കണ്ടോ, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇത് ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ നമുക്ക് എപ്പോഴും വേണ്ടതാണ്. മീൻസ് നമ്മൾ എന്താ പറയുക, മൊത്തത്തിലൊരു ഓവറോൾ നോക്കുമ്പോഴേക്കും നമ്മൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയല്ല എപ്പോഴും നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ക്രിപ്റ്റോ ഉണ്ട് കണ്ടോ, ബിറ്റ് കോയിൻ, ഫോറക്സ് ഉണ്ട്. ഫോറക്സിനകത്ത് പല പേയേഴ്സ് ഉണ്ടോ, ഇതൊക്കെ ആഡ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ഇവിടെ ടൈം ഫ്രെയിം, ഇത് ഗ്രാഫാണ്. അപ്പം അറിയാലോ, ചാർട്ട്, ഗ്രാഫ്. അപ്പം ഇതിനകത്ത് ഇത് കണ്ടോ, ക്യാൻഡിൽസ് എന്ന് പറഞ്ഞു. ഇപ്പം ഞാനിത് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഗ്രാഫാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഗ്രാഫ് മാറ്റിയിട്ട് നമുക്കെന്താ ഇവിടെ കണ്ടോ, ക്യാൻഡിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇവിടെ ബാർസ് ഉണ്ട്, ഹോളോ ക്യാൻഡിൽസ് ഉണ്ട്, ലൈനുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് ട്രേഡിംഗ് വ്യൂ സൈൻ ഇൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇതായിരിക്കും മിക്കവാറും കിടക്കുന്നത്. ഇതായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും എന്താ പറയുക, തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ സൈൻ ചെയ്യുന്ന ആളാണെങ്കിൽ ഇതായിരിക്കും വരുന്നത്, ലൈൻ ഗ്രാഫ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പോകണം. ഇവിടെ പോയിട്ട് കണ്ടോ, ഇതുപോലെ പല ടൈപ്പ്, ഹൈക്കിനാഷി, ലൈൻ ബ്രേക്ക്, ബേസ് ലൈൻ, HLC ഏരിയ, ബാർസ്, സ്റ്റെപ്പ് ലൈന്, ഇങ്ങനത്തെ പല കണ്ടോ, പല ക്യാൻഡിൽസ് പല രീതിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഈ ഹൈക്കിനാഷി എന്ന് ട്രേഡ് ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്യാൻഡിൽസ് ആണ്. സാധാരണ ക്യാൻഡിൽസ് ഇല്ലേ കണ്ടോ, സാധാരണ ക്യാൻഡിൽസ് വന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യണം, സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ടും താഴത്തോട്ടും ആക്കാൻ പറ്റും. ഇവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്താൽ മതി മുകളിലോട്ടും താഴത്തോട്ടും. ഇനി ഇവിടെ നമ്മൾ ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ കണ്ടോ, ഇങ്ങനെ ഈ ഒരു ഹൊറിസോണ്ടലായിട്ട് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചെറുതാക്കണമെങ്കിൽ ഇത് ഇപ്പോൾ കണ്ടോ, ഇവിടെ സ്ക്രോൾ ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മൾ ഒന്നുകൂടി സ്ക്രോൾ ചെയ്തു, അല്ലെങ്കിൽ വലിച്ച് താത്തി. അപ്പോൾ കണ്ടോ, ഗ്രാഫിൻ്റെ ഒരു വലിയൊരു വ്യൂ നമുക്ക് കുറച്ചുകൂടെ വൈഡ് ആയതുണ്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കത് വ്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ കണ്ടോ, സൂം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ക്യാൻഡിൽസ് ആക്കി. ഓക്കെ, ഇനി ഇവിടെ കണ്ടോ കുറച്ച് ടൈംസ്, ഈ 1M, 5M, 30M, 1 hour, 1H, 4H, D എന്നൊക്കെ പറഞ്ഞ് കിടക്കണുണ്ടോ. അപ്പോൾ ഇത് 1 minute, 5 minute, 30 minutes, 1 hour, 4 hours, ഡേ, 1 day കണ്ടോ. ഇവിടെ നിങ്ങൾ കർസർ കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ താഴെ കാണുന്നുണ്ട് ടൈം. അപ്പോൾ അതാണ് ടൈം ഫ്രെയിം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ടൈം ഫ്രെയിം വേണമെങ്കിൽ ഇവിടെ ഒരു ആരോ ഉണ്ടോ താഴത്തോട്ട്, ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇത് കണ്ടോ, പല ടൈം ഫ്രെയിം വന്നൊക്കെ കണ്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ടൈം ഫ്രെയിം കൊടുക്കാൻ കാര്യം, ഇങ്ങനെ വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റാർ കണ്ടോ, നമുക്ക് വേണ്ട ടൈം ഫ്രെയിം, അതായത് ഇപ്പം ഞാൻ സ്റ്റാർ ചെയ്തിട്ട് വെച്ചേക്കുക, ടൈം ഫ്രെയിം ഞാൻ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ എനിക്ക് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സ്റ്റാർ മാറ്റുമ്പോൾ അത് പോകുന്നുണ്ടോ, കണ്ടോ പോകുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്നുമില്ലല്ലോ, ഇപ്പം ഡേ മാത്രമല്ലേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ ഇതുപോലെ 1 minute കണ്ടോ, 3 minute, 5 minute നമ്മൾ സ്റ്റാർ ചെയ്യുക. സ്റ്റാർ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നുണ്ടോ, 15 minutes സ്റ്റാർ ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടത് 1 hour, നമുക്ക് ഇഷ്ടമുള്ളത് 1 hour. നമ്മൾ ഏത് ട്രേഡാണോ ചെയ്യുന്നതനുസരിച്ച് നമുക്ക്, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് പോകുകയാണെങ്കിൽ അതനുസരിച്ച് അത് നമുക്ക് വേണ്ട ചാർട്ടുകൾ അല്ലെങ്കിൽ വേണ്ട ടൈം ഫ്രെയിം നമുക്ക് സ്റ്റാർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് വരുന്നുണ്ടോ, 1 week, 1 day, ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നു. ഓക്കെ, പിന്നെ ഈ 1 second ഒക്കെ കണ്ടോ എടുക്കുവാണെങ്കിൽ ഇതേ സീ ദ മാർക്കറ്റ് സെക്കൻഡ് ബൈ സെക്കൻഡ്, ബേസിക്, എസെൻഷ്യൽ, പ്ലസ് പ്രീമിയം. നേരെ പ്രീമിയം നമ്മൾ എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് സെക്കൻഡ്സിൻ്റെ ചാർട്ട്, അതായത് ഓരോ സെക്കൻഡിൽ ഓരോ ക്യാൻഡിൽ, അങ്ങനെയുള്ള ചാർട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പ്രീമിയം എടുക്കണം. ഓക്കെ, അപ്പോൾ ടൈം ഫ്രെയിം നിങ്ങൾക്ക് സെക്കൻഡ്സ് കിട്ടത്തില്ല, നിങ്ങൾക്ക് മിനിറ്റ്സ് തൊട്ട് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചാർട്ട് കിടക്കണുണ്ടോ. അപ്പോൾ നമ്മൾ ടൈം ഫ്രെയിം ഇവിടെ 1 month ആക്കിയപ്പോൾ ഈ ചാർട്ട് ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ നേരെ ആക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ നമ്മൾ സ്ക്രോൾ ചെയ്യുക കണ്ടോ, സ്ക്രോൾ ചെയ്യുമ്പോൾ വലുതായി ഒന്ന് പിടിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്കത് ചെയ്യുമ്പം പിടികിട്ടും സംഭവം എങ്ങനെയാണ്. ഇതിപ്പോൾ 1 month ചാർട്ടാണ്, അതായത് ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്താണ്. കണ്ടോ, ഇവിടെ 1M എന്ന് പറഞ്ഞത് ബ്ലൂ കളറിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് സെലക്റ്റായി ഇപ്പം സെലക്ട് അയക്കുന്നതാണ്. അപ്പം 1 month എന്ന് പറഞ്ഞാൽ സെലക്റ്റായി കിടക്കുന്നതുകൊണ്ട് 1 monthൻ്റെ ഗ്രാഫാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഡേ ആക്കുവാണ്.
ഡേ ആക്കുമ്പോഴേക്കും എന്തായി, ഗ്രാഫിൻ്റെ ഒരു രൂപം പിന്നെയും മാറി. അപ്പോൾ നമ്മൾ പിന്നെയും ഡ്രാഗ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആക്കണം ഗ്രാഫ്. കണ്ടോ, ഡ്രാഗ് ചെയ്ത് കറക്റ്റാക്കിയാണ്ടോ. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ടൈം ഫ്രെയിം ഇവിടെ നോക്കി, ക്യാൻഡിൽസ് എങ്ങനെയാണ് പല ഇത് നോക്കി. ഇവിടെ നമ്മൾ പെട്ടെന്ന് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്യുക, കാര്യങ്ങൾ ചുമ്മാ സെർച്ച് ചെയ്യുക. വെറുതെ സെർച്ച് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ ഞാൻ ഫോറക്സിൽ ഇട്ടേക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ ഞാൻ IRFC എന്ന് പറഞ്ഞാൽ നമ്മുടെ NSE-ക്കകത്തുള്ള സ്റ്റോക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണിക്കില്ല, കണ്ടോ. അതേസമയം ഓളിൽ ഇട്ടിട്ടാണെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇത് കാണിക്കുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓളിൽ ഇടുന്നതല്ല, അപ്പോൾ ഏത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ കാണിക്കും. അപ്പോൾ ഞാൻ IRFC എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കണമെങ്കിൽ ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്യുക, എടുക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇതിനകത്ത് ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന ഏതാണെന്നുള്ളത് ഇവിടെ കാണിക്കും. ഏത് ഗ്രാഫിൽ നമ്മൾ ഏത് ടൈം ഫ്രെയിമാണ് ഇട്ടേക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കും. NSE ആണെങ്കിൽ BSE ആണെങ്കിൽ ഇത് ഇവിടെ കാണിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ആഡ് അലേർട്ട്, അതായത് അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി, ഇപ്പം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് പിന്നെ നോക്കാം. പിന്നെന്താ, ഈ സംഭവമില്ലേ, ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഈ ബ്രോക്കർ ഇപ്പം ഇത് നമ്മൾ എടുക്കുമ്പോഴേക്കും ബ്രോക്കറായിട്ട് കണക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് രണ്ടും, ഈ ഒരു വാല്യൂസൊക്കെ. അപ്പോൾ നമുക്കത് പ്രീമിയം ഇല്ലാണ്ട് കിട്ടില്ല, പ്രീമിയം ഇല്ലാണ്ട് നമുക്കത് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പം ഹൈയും ലോയൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ നമുക്കത് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആക്ച്വലി ഇതിവിടെ വരുമ്പം എൻ്റെ കഴ്സർ കാണാമല്ലോ അല്ലേ, ഇവിടെ വരുമ്പോഴേക്കും ഇന്ത്യൻ റെയിൽവേ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ IRFC കണ്ടോ, അത് കാണിക്കുന്നുണ്ട്. ഫിനാൻസ് ഇതിനകത്ത് NSE ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കറണ്ട് പ്രൈസ്, ഇതിൻ്റെ ഇപ്പോഴത്തെ LTP ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, നമ്മൾ മറ്റേ മസ്റ്റ് നോ ടേംസ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. അതിനകത്ത് LTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് പ്രൈസിനാണ് LTP എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ LTP ആണ് 92.7. ഓക്കെ, നമ്മൾ HDFC ബാങ്ക് എടുക്കുകയെന്ന് വെച്ചോ. HDFC ബാങ്ക് എടുക്കുമ്പോൾ കണ്ടോ, ഇതിൻ്റെ LTP ലാസ്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈസാണ്. ഇപ്പം ലൈവ് മാർക്കറ്റ് നടക്കുകയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1650.05 ഇപ്പോഴത്തെ പ്രൈസാണിത്. അപ്പം ഈ 19 ഇത്രയും പ്രൈസ് INR ആണ്, ഇന്ത്യൻ റുപ്പിയാണ്. ഇവിടെ ഇത് കാണിക്കുന്നുണ്ടോ, ഈ 19.55 19.55 കാണിക്കുന്നുണ്ടോ. ഈ കാണിക്കുന്നത് ഇന്നത്തെ ഒരു ദിവസം ഇതിനുണ്ടായ ചേഞ്ചാണ്. അതായത് ഇത് ഗ്രീനിൽ കാണിച്ചു കഴിഞ്ഞാൽ വാല്യൂ കൂടിയെന്ന് അർത്ഥം. അതായത് ഇത് എന്താ പറയുക, 19 രൂപ ഇന്ന് കൂടി, 19.55 രൂപ ഇന്ന് കൂടി. ഇപ്പോൾ ഇത് റെഡിലായിരുന്നെങ്കിലോ, റെഡിലൊരു 30 രൂപയെ കാണിച്ചെങ്കിൽ ഇന്നത്തെ ദിവസം അത് 30 രൂപ കുറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ പെർസെൻറ്റേജും കാണിക്കുന്നുണ്ട് 1.1. അതായത് ഈ 1650 രൂപയുടെ 1.19% ആണ് ഈ 19.65. ഓക്കെ, അപ്പോൾ അത്രയും പെർസെൻറ്റേജ് ഇന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. അത്രയും പെർസെൻറ്റേജ് ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പ് സൈഡിലേക്ക്, അതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ HDFC ബാങ്കിൻ്റെ 1651 ഇപ്പോഴത്തെ പ്രൈസാണ്. അപ്പോൾ ഇതിൻ്റെ ചേഞ്ച് പറഞ്ഞ് നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആണോ ക്ലോസ് ആണോ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ചേഞ്ച് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആക്ച്വലി ക്ലോസ്ഡ് ആണോ മാർക്കറ്റ് ഓപ്പൺ ആണോ എന്ന്. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, ഇപ്പോൾ ഓപ്പൺ ആണ്. നമ്മൾ ഫോറക്സ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആണെന്ന് അറിയണമെങ്കിൽ ഇവിടെ ജസ്റ്റ് നോക്കിയാൽ മാർക്കറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞ് കാണും, കണ്ടോ. ഇനി HDFC ബാങ്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഇത് കണ്ടോ. ഒന്നില്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ്നിങ് പോലെ ഒരു സിമ്പിൾ കണ്ടോ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് 4 hours ago മണി കൺട്രോൾ വന്ന ന്യൂസാണ്. ഫെഡ്സ് പിവോട്ട് പുഷസ് ഗോൾഡ് ഫ്യൂച്ചേഴ്സ് അപ്പ്. ഇത് HDFC ബാങ്കുകളെ ഇപ്പം ബാങ്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നമുക്കിവിടെ വരും. ഇപ്പം MRF എടുക്കുകയെന്ന് വെച്ചോ, നമ്മളിപ്പം ടാറ്റ മോട്ടോഴ്സ് എടുത്തു. MRFൻ്റെ നമ്മൾ എടുത്തപ്പോൾ അതിനകത്ത് ന്യൂസ് ഒന്നും വന്നിട്ടില്ല. ടാറ്റ മോട്ടോഴ്സ് എടുത്തപ്പോൾ ഇവിടെ വന്നുണ്ടോ, ഇവിടെ ലൈറ്റ്നിങ്ങിൻ്റെ ഒരു സിമ്പിൾ വന്നുണ്ടോ. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ടാറ്റ മോട്ടോഴ്സ് സയൻസ് പാക്ട് വിത്ത് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് പോയിന്റ്സ് ഓപ്പറേറ്റ്സ് ടു സെറ്റപ്പ് ചാർജിങ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞ ന്യൂസ് വന്നത് 2 days ago വന്ന ന്യൂസാണത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ന്യൂസ് നമുക്ക് ഇതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും, ഇത്ര സിമ്പിളായിട്ട് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ന്യൂസ് കാണിക്കും, കണ്ടോ. ഇതിപ്പോൾ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ December 5 വന്ന ന്യൂസാണ്. അപ്പോൾ നമുക്ക് ഇന്ന ഡേറ്റിൽ വല്ല ന്യൂസ് അറിയണമെന്നെങ്കിൽ ഇവിടെ ജസ്റ്റ് നമുക്ക് സ്ക്രോൾ ചെയ്ത് അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഐഡിയാസ് നേരത്തെ പറഞ്ഞ പോലെ
ഐഡിയാസ് എടുക്കുമ്പോൾ എന്താ വരിക, നമ്മൾ നേരത്തെ ആ ഇൻ്റർഫേസിൽ കണ്ടില്ലായിരുന്നോ, താഴത്തേക്ക് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടില്ലായിരുന്നോ, പലരും ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ബൈ കണ്ടോ, ബൈ ഇന്ന ഓരോ ആൾക്കാർ കൊടുത്തേക്കുന്നത്. അപ്പം ഐഡിയാസ് നമുക്ക് ഇതിനകത്ത് നോക്കി ജസ്റ്റ് അനലൈസ് ചെയ്യാം. പിന്നെന്താ, ആഡ് നോട്ട് കൊടുക്കണമെങ്കിൽ ആഡ് നോട്ട് കൊടുക്കാം. ഇനി താഴത്തേക്ക് ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും വോളിയം കാണിക്കുന്നുണ്ട്, ആവറേജ് വോളിയം കാണിക്കുന്നുണ്ട്, മാർക്കറ്റ് ക്യാപ്പ് കാണിക്കുന്നുണ്ട്, ഡിവിഡൻഡ് ഈൽഡ് കാണിക്കുന്നുണ്ട്, അതുപോലെ എന്താ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ കാണിക്കുന്നുണ്ട്. പെർഫോമൻസ് കണ്ടോ, 1 മന്ത്, 3 മന്ത്സ്, 1 ഇയർ പെർഫോമൻസ് ആണ്. 1 വീക്കിൽ ഇത് ഇത്ര -0.65% ആണ്. അതായത് 1 വീക്കിൽ നെഗറ്റീവാണ് 1 വീക്ക് നോക്കുമ്പോഴേക്കും. ഓക്കെ, 1 മന്ത് നോക്കുമ്പോൾ 10% കണ്ടോ, 10.31% ഗ്രീനാണ്. ടെക്നിക്കൽസ് ഇത് ജസ്റ്റ് നിങ്ങൾ ഇത് കണ്ടോ, ഇതിപ്പം സ്ട്രോങ് ബൈ ആണ് പറയുന്നത്. അതായത് ടെക്നിക്കൽസിനകത്ത് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് സ്ട്രോങ് ബൈ ആണ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചാടിക്കയറി ഇത് ബൈ കാണിച്ചെന്ന് പറഞ്ഞാൽ നേരെ ചാടിക്കയറി ഇത് വാങ്ങാൻ നിൽക്കരുത്. ഇതൊക്കെ ജസ്റ്റ് നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ജസ്റ്റ് ഒന്ന് നോക്കാൻ, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ മാത്രമായിട്ട് നമ്മളിത് യൂസ് ചെയ്യാവുള്ളൂ ഇതൊക്കെ കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ടാറ്റ മോട്ടോഴ്സ് എന്താണെന്ന് ഉള്ളത് കണ്ടോ, ഓട്ടോമൊബൈൽ മാനുഫാക്ചറർ വിത്ത് എ പോർട്ട്ഫോളിയോ ദാറ്റ് ഇൻക്ലൂഡ്സ് എ റേഞ്ച് ഓഫ് കാർസ് കണ്ടോ. ഇതുപോലെ എന്താണ് കമ്പനി എന്താണെന്നുള്ളത് ജസ്റ്റ് ഇതിനകത്തൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കാണും കണ്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോവുകയും ചെയ്യാം കണ്ടോ. ഒരുപാട് ഇപ്പം തന്നെ നമ്മളിപ്പം ജസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എന്തോരം ഫീച്ചേഴ്സ് അതിനകത്ത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ സൈറ്റിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്, നമ്മളിത് നോക്കി. ഇവിടെ നമ്മൾ ഇതിൻ്റെ LTP എന്താണ്, 719.95 ആണ് LTP. ഓക്കെ, ഇതിൻ്റെ ചേഞ്ച് എത്രയാണ്, -0.35 നമ്മൾ ഇന്നത്തെ ദിവസം ചേഞ്ച് ചെയ്തിട്ടുള്ളത്. എത്ര കുറഞ്ഞേക്കുവാണോ കൂടിയേക്കുവാണോ, റെഡ് ആണെങ്കിൽ കുറഞ്ഞിരിക്കുകയാണ്. അതായത് ആ പ്രൈസിൽ നിന്ന്, ഓപ്പണിംഗ് പ്രൈസിൽ നിന്ന് 0.35 റുപ്പീസ് കുറഞ്ഞു, INR കുറഞ്ഞു. ഓക്കെ, പിന്നെ എന്താ, ഇപ്പോൾ ഇത് ക്യാൻഡിൽസാന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇപ്പുറത്ത് കണ്ടോ ഇൻഡിക്കേറ്റേഴ്സ് കിടക്കുന്നുണ്ടോ. ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ഫിനാൻഷ്യൽസ് കണ്ടോ, ഫിനാൻഷ്യൽസ്, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനകത്ത് കുറേ ഇൻഡിക്കേറ്റേഴ്സ് വന്ന് കിടക്കുന്നുണ്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ള ഇൻഡിക്കേറ്റേഴ്സാണിത്. നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമുക്ക് എടുക്കാം, സെലക്ട് ചെയ്യാം. പക്ഷേ അറ്റ് എ ടൈം നമുക്ക് ഒരു 3 ഇൻഡിക്കേറ്റേഴ്സോ 2 ഇൻഡിക്കേറ്റേഴ്സേ നമുക്ക് അറ്റ് എ ടൈം ചാർട്ടിൽ നമുക്ക് നോക്കാം. 2 പറ്റുമോ 3 പറ്റുമോ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇപ്പം ഞാൻ നോക്കുവാണേ എത്ര ഇൻഡിക്കേറ്റേഴ്സ് പറ്റുമെന്ന് കണ്ടോ. 1, 2 2 ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ. അത് കഴിയുമ്പോഴേക്കും പ്രീമിയം ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരെണ്ണം ആഡ് ചെയ്തു, ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു, അടുത്ത ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു, അടുത്ത ആഡ് ചെയ്യുമ്പോഴേക്കും കണ്ടോ ബേസിക് പ്ലാൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്താ പെയ്ഡ് ആക്കാനായിട്ട് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മാത്രമേ 2 ഇൻഡിക്കേറ്റേഴ്സിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം എന്താ ഇൻഡിക്കേറ്റേഴ്സ് എവിടെ കിടക്കുന്നത്, ഇൻഡിക്കേറ്റേഴ്സിനകത്ത് ടെക്നിക്കൽസ് ഉണ്ടെങ്കിൽ ടെക്നിക്കൽസ്, ഫിനാൻഷ്യൽസ് ആണെങ്കിൽ ഫിനാൻഷ്യൽസിനകത്ത് നോക്കാം. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ മെയിനായിട്ട് ചാർട്ട് റീഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ചാർട്ടിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എന്താ നമ്മളെടുത്ത് പോവും. ഇൻഡിക്കേറ്റേഴ്സ് കുറച്ചൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സൊക്കെ എടുത്തിട്ട് നോക്കാം. ഇപ്പം ഞാനൊരു ഇൻഡിക്കേറ്റർ എടുക്കുകയെന്ന് വെച്ചോ, ഇപ്പം ഞാനൊരു എന്താ ഇത് മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ ഇതെടുത്തു. ഓക്കെ, ഇതെടുത്ത് ക്ലോസ് ചെയ്തു. ഇതെടുത്ത് ഞാൻ ക്ലോസ് ചെയ്തപ്പോഴേക്കും ഇവിടെ ഒരു ലൈൻ വന്നുണ്ടോ കണ്ടോ, അത് ഇൻഡിക്കേറ്ററാണ് വന്നേക്കുന്നത്. ഇനി ഇതിനകത്ത് എനിക്ക് ഇവിടെ ചെല്ലുമ്പോഴേക്കും നമുക്ക് ഇപ്പം ഏത് ഇൻഡിക്കേറ്റർ, എത്ര ഇൻഡിക്കേറ്റർ കിടക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട് ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ EMA എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ കാണിക്കുന്നുള്ളൂ കണ്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കേഴ്സർ കൊണ്ടുപോകുമ്പോഴേക്കും ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഐയുടെ ഇത് കണ്ടോ, അതിനകത്ത് ഹൈഡാണ്. നമുക്ക് അത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ പോകും. ജസ്റ്റ് നമുക്ക് ഹൈഡ് ചെയ്ത് ചാർട്ട് ആണെങ്കിൽ ആ ഹൈഡ് കൊടുത്താൽ മതി കണ്ടോ. അതുപോലെ ഇപ്പുറത്ത് സെറ്റിങ്സിനകത്ത് നമുക്ക് എന്താ ഇൻപുട്സ്, ഇപ്പോൾ ലെങ്ത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഓഫ് സെറ്റ് മെത്തേഡ് ലെങ്ത്ത്, ഇതിനകത്ത് സ്മൂത്തിങ്, ഇതിനകത്ത് ലെങ്ത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. സ്റ്റൈലിൻ്റെ തിക്നെസ്, ഈ ലൈൻ ഇപ്പം EMA ലൈനുണ്ട്, ഈ EMA ലൈനാണ് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് സ്മൂത്തിങ് ലൈൻ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്മൂത്തിങ് ലൈൻ കൂടെ വന്നുണ്ടോ. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ EMA ലൈൻ എന്താ പറയുക, ബ്ലൂ കളറല്ലേ, ബ്ലൂ നമുക്ക് മാറ്റിയിട്ട് വേറെ എന്താ യെല്ലോ കൊടുക്കണമെന്ന് വെച്ചോ. ഇപ്പോൾ യെല്ലോ വന്നുണ്ടോ, സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ യെല്ലോ വന്നുണ്ടോ.
അതുപോലെ തന്നെ എന്താ പറയുക, ബ്ലൂ കൊടുക്കണമെങ്കിൽ ബ്ലൂ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിവിടെ ബ്ലൂ ആയിരുന്നു, ബ്ലൂ തന്നെ ചൂസ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ലൈനിൻ്റെ തിക്നെസ്, ഇവിടെ ഒരു ലൈനിൻ്റെ എന്താ പറയുക ഒരു ബോക്സ് ഉണ്ടോ, ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ലൈൻ വിത്ത് ബ്രേക്സ്, അതായത് ബ്രേക്ക് ആയിട്ടുള്ള ലൈൻസ് ഇല്ല, ഇങ്ങനെ എന്താ പോയിൻ്റ് ആയിട്ടുള്ള ഡോട്ടഡ് ലൈൻസ് ആയിട്ടുള്ള അതുപോലെ ആവും. അതുപോലെ കോളം, സർക്കിൾസ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കൊടുക്കാം. അപ്പം ലൈനാണ് നമ്മൾ കൊടുത്തേക്കുന്ന ലൈൻ വന്ന്. ഓക്കെ, ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ ഇവിടെ താഴെ കണ്ടോ, ഇത് നമ്മൾ കളർ മാറ്റുന്ന കാര്യം പറഞ്ഞു. ഇനി ഇതിവിടെ ഒപ്പാസിറ്റി ഉണ്ടോ, ഒപ്പാസിറ്റി താഴെ ഒപ്പാസിറ്റി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കണ്ടോ, ഒപ്പാസിറ്റിയൊക്കെ എപ്പോഴും ഫുള്ളായിട്ട് കിടക്കുന്നത് നല്ലത്. പിന്നെ തിക്നെസ്, എന്താ ലൈനിൻ്റെ തിക്നെസ് നമുക്ക് കൂട്ടാം. കണ്ടോ, കൂടി വരുന്നുണ്ടോ, തിക്നെസ് നമുക്ക് കൂട്ടി കൊടുക്കാം. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ വിസിബിലിറ്റി, ഇതിനകത്ത് ഇപ്പം എല്ലാം ടിക്ക് ചെയ്ത് കിടക്കുവാണ്. അതായത് മന്ത്, വീക്സ്, ഡേയ്സ്, അവേഴ്സ്, മിനിറ്റ്സ്, സെക്കൻഡ്സ്, ഇതൊക്കെ നമുക്ക് അൺടിക്ക് ചെയ്യുകയോ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ സെറ്റിങ്സ് നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ചാർട്ടിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ നോക്കി. ഇനി എന്താ നോക്കുക, അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം നോക്കി. ഇൻഡിക്കേറ്റേഴ്സിനകത്ത് നമുക്ക് ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് അറിയാമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. നേരെ ഇവിടെ പോയി തപ്പി കണ്ടുപിടിക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ബോളിഞ്ചർ ആണെങ്കിൽ ഇപ്പോൾ ബോളിഞ്ചർ ബാൻഡ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ഉണ്ട്. BOL അടിക്കുമ്പോൾ തന്നെ ഇവിടെ ബോളിഞ്ചർ ബാൻഡ്സ് കണ്ടോ, വന്നുണ്ടോ. നമുക്ക് വേറെ എന്താ സ്മാർട്ട് മണി കൺസെപ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ വന്നുണ്ടോ. ഇവിടെ കുറേ ഇൻഡിക്കേറ്റേഴ്സ് അതിൻ്റെ താഴെ വന്നു. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരും. ഇത് രണ്ടെണ്ണം ഒരുമിച്ച് കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല ആൾക്കാർ, അതായത് പല ടീമിൻ്റെയാണ്. ഇതിപ്പം ലക്സാൽഗോയുടെയാണ് ഈ സ്മാർട്ട് മണി കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞത്. ഇതിപ്പം ഈ ഒരു പേരുള്ളൊരു ആളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതിൻ്റെയാണ് ഈ ഇൻഡിക്കേറ്റർ. അപ്പോൾ അങ്ങനെ ഇതിപ്പം എല്ലാം സെയിം അല്ല, പലരും ആരുടെയൊക്കെയാണ്. ഇപ്പം ഇത് യൂസേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്റർ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇത് ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ കൂടുതലും പേര് ഇപ്പോൾ കണ്ടോ, കൂടുതലും പേര് ഇത് ഈ ഇൻഡിക്കേറ്റർ ലക്സാൽഗോയുടെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കൺഫ്യൂഷനൊന്നും വേണ്ട. ഓക്കെ, പിന്നെ അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കി. പിന്നെ ഇവിടെ നമുക്ക് എന്താ അലേർട്ട് കണ്ടോ, നമുക്കിവിടെ അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ ഒരു ലൈൻ വന്നുണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പ്രൈസ് റേഞ്ച് പ്രൈസ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പം EMA അല്ലേ ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്ന EMA അല്ലേ. അപ്പോൾ EMAയിൽ നമ്മൾ ഇതിനകത്ത് വാല്യൂ നമുക്ക് കൊടുക്കാം, അങ്ങനെ വരെ കൊടുക്കാം. അതായത് ഇൻഡിക്കേറ്ററിൽ ഇന്ന വാല്യൂ കഴിയുമ്പം എന്താ പറയുക അലേർട്ട് തരണം, അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ പ്രൈസ് വെച്ചാണെങ്കിൽ പ്രൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പ്രൈസ് കണ്ടോ, ഇപ്പം ഇത് ക്രോസിങ്, അതായത് 719.75 ക്രോസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അലേർട്ട് കിട്ടും. ഓക്കെ, അത് ഓൺലി വൺസ് കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ എവറി ടൈം ഒരു പ്രാവശ്യം മാത്രം നമുക്ക് അത് മതി, അലേർട്ട് മതിയെങ്കിൽ ഓൺലി വൺസ് കൊടുക്കുക. അതല്ല എല്ലാ സമയവും വേണമെങ്കിൽ എവറി ടൈം കൊടുക്കുക. ഓക്കെ, ഇനി മെസ്സേജ് അലേർട്ട് നെയിം നമുക്ക് കൊടുക്കാം, മെസ്സേജ് കൊടുക്കാം, എക്സ്പയറേഷൻ എവിടെയാണ് എന്നാന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മാറ്റി കൊടുക്കാം, അതും മാറ്റി കൊടുക്കാം. കണ്ടോ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്നിട്ട് ക്രിയേറ്റ് കൊടുത്താൽ മതി, ഇങ്ങനെ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രൈസാണ് നമുക്ക് അലേർട്ട് വേണ്ടത്. ഇപ്പം ഇത് LTP എത്ര ടാറ്റ മോട്ടോഴ്സിൻ്റെ 719.75. അപ്പോൾ എനിക്കെന്താ 730 ആകുമ്പോഴേക്കും എനിക്ക് അറിയണം, അതായത് എനിക്ക് അലേർട്ട് വേണമെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളിവിടെ ഗ്രാഫിനകത്ത് ജസ്റ്റ് ഈ 730യുടെ ഒരു പോർഷനിൽ കൊണ്ടുവയ്ക്കുക. പോർഷനിൽ കൊണ്ടുവയ്ക്കുമ്പോഴേക്കും എന്താ ഇവിടെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. ആ പ്ലസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പം ആഡ് അലേർട്ട് ഓൺ ടാറ്റ മോട്ടോഴ്സ് അറ്റ് 730.4 കണ്ടോ. ഡയറക്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അലേർട്ട് ആയി കഴിഞ്ഞു. കണ്ടോ, ഇവിടെ നമുക്കൊരു ജസ്റ്റ് ഇങ്ങനെ ഒരു വിൻഡോ വരും അലേർട്ട് വരുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു 677 ഈ ഒരു റേഞ്ചിലാണ് എനിക്ക് അലേർട്ട് വേണ്ടതെന്ന് വെച്ചു. ഞാനിവിടെ കൊടുക്കുക ആഡ് അലേർട്ട് ടാറ്റ മോട്ടോഴ്സ് അറ്റ് 678.55 ഇതിലിങ്ങനെ കൊടുക്കാം. കണ്ടോ, അപ്പോൾ അലേർട്ട് സെറ്റ് ആയിക്കോളും. ഓക്കെ, പിന്നെന്താ നമുക്ക് പറയാനുള്ളത്, ഇവിടെയാണ് ഇതിൻ്റെ പ്രൈസ്. വേറെ എടുക്കാം. ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ പ്രൈസ്. ഞാനിപ്പം ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഓഫ് ചെയ്യുക കേട്ടോ, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതാണ്, ഇവിടെയാണ് പ്രൈസ്. ഇവിടെ കറണ്ട് പ്രൈസ് LTP 120.10. അതിപ്പോൾ നമുക്കിത് ഇവിടെ ഒരു ബ്ലൂ ലൈൻ കണ്ടോ, ആ ബ്ലൂ ലൈൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ 120. ഞാൻ കുറച്ചുകൂടെ എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ചുകൂടെ മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്ക് നോക്കാം. നമുക്ക് HDFC തന്നെ നോക്കാം.
HDFC കണ്ടോ, HDFC നമ്മൾ എടുക്കുമ്പോഴേക്കും ഇപ്പോൾ ഞാൻ 5 മിനിറ്റ് ചാർട്ടാണ് ഇട്ടേക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിനകത്ത് ഈ ഒരു റെഡ് കളർ കണ്ടോ, റെഡ് ലൈൻ, ഡോട്ടഡ് ലൈൻ, ഇതാണ് ഇപ്പോഴത്തെ പ്രൈസ് LTP കണ്ടോ, 1650.15. അതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കണ്ടോ. അതിന് വേരി ചെയ്യുമ്പോഴേക്കും ഇവിടെ മാറും, അതായത് ഇവിടെയാണ് അതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ താഴത്തെ ആക്സിസ് കണ്ടോ, ഇവിടെയാണ് അതിൻ്റെ ടൈമും ഡേറ്റൊക്കെ കണ്ടോ. ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ താഴെ കണ്ടോ കാണിക്കുന്നത് തേഴ്സ്ഡേ 14th December 2023. എത്ര മണി? 12:40 കണ്ടോ, 12:40, 12:50. എന്തുകൊണ്ടാണ് ഇങ്ങനെ 5ൻ്റെ മൾട്ടിപ്പിളിൽ വരുന്നത് ടൈം? നമ്മൾ 5 മിനിറ്റ് ചാർട്ടാണ് ഇട്ടേക്കുന്നത്, അതായത് ടൈം ഫ്രെയിം നമ്മൾ 5 മിനിറ്റ്സാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇതിലെന്ത് വന്നേക്കുന്നത്, 5 മിനിറ്റ്സിൻ്റെ അല്ലെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിളായിട്ട് ടൈം വരുന്നുണ്ടോ താഴെ. 10:45, 10:50, 10:55, 11, 11:05, 11:10, 11:15 കണ്ടോ, അങ്ങനെ പോകണുണ്ടോ. പിന്നെ ഇതിനകത്ത് ഇപ്പം ടൈം നമ്മൾ നോക്കി, ഡേറ്റും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കാം. അതല്ല പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യണമെങ്കിൽ ഡേറ്റ് ഇത് ഇവിടെ 15 കണ്ടോ, ഇവിടെ കണ്ടോ 15, ഈ 15 കൊടുക്കുക, അല്ല സോറി ഈ 15 എന്ന് പറഞ്ഞാൽ ഡേറ്റ്. ഇത് കഴിഞ്ഞിട്ട് ഇതിന് മുമ്പത്തെ ഡേറ്റ് നോക്കി 14 മുതൽ ഇതേ 15 വരെ കണ്ടോ, ഇത്രയും കാര്യങ്ങൾ. അത് 14 മുതൽ 15 വരെയുള്ള സമയമാണ്, ആ സമയത്തെ ഗ്രാഫാണിത് കണ്ടോ. ഓക്കെ, അപ്പം താഴത്ത് ഇപ്പം ഇതേ കണ്ടോ 13th എഴുതിയേക്കുന്നുണ്ടോ ഇവിടെ, ആ 13th ആണ്. 13th ഏത് കറക്റ്റ് ഡേറ്റ് അറിയാൻ ജസ്റ്റ് ഇങ്ങനെ ഈ ക്രോസ് ഹെയർ കൊണ്ട് ഇങ്ങനെ വെച്ചാൽ മതി. ക്രോസ് ഹെയർ എന്ന് പറഞ്ഞാൽ ഈ സാധനം കണ്ടോ, ഈ ഒരു പ്ലസ് പോയിന്റ് കണ്ടോ, പ്ലസ് പോയിന്റ് നമ്മൾ എടുത്തേക്കുന്നത്. പ്ലസ് അല്ല, നിങ്ങൾക്ക് ഡോട്ട് വേണമെങ്കിൽ ഡോട്ട് എടുക്കാം കണ്ടോ, ഡോട്ട്. ആരോ വേണമെങ്കിൽ ആരോ വേണമെങ്കിൽ എടുക്കാം. ഇറേസറാണ് ഇത്, നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ഇറേസ് ചെയ്യാനൊക്കെയുള്ള സംഭവമാണ്. ഇത് ക്രോസ് ഹെയർ, ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് കുറച്ചുകൂടെ സിമ്പിൾ യൂസ് ചെയ്യാനായിട്ടും മനസ്സിലാക്കാനായിട്ടും. അപ്പോൾ ഇത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓടിക്കുമ്പോൾ നമുക്ക് താഴെ ഡേറ്റും ടൈം അടക്കം കറക്റ്റ് ഏത് ഡേ ആണെന്ന് വരെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെന്താ, ഇപ്പം അത്രയും കാര്യങ്ങൾ നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇപ്പം ഞാൻ ഈ 5 മിനിറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ സൂം ചെയ്യുവാണേ ഒന്നേ. ഇപ്പം നമ്മൾ ക്യാൻഡിൽ നന്നായിട്ട് കാണാമല്ലോ നിങ്ങൾക്ക്. അപ്പം ഇവിടെ ഞാനിപ്പം എത്രാം തീയതിയാണ്, 13ാം തീയതി കണ്ടോ, ഇത് 13ാം തീയതി ഇവിടെ കണ്ടോ, 13ാം തീയതി ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര മണിക്കാണ് മാർക്കറ്റ് തുടങ്ങുന്നത്? 9:15. ഇപ്പം 9:15 കണ്ടോ, താഴെ വന്നേക്കുന്നത് കണ്ടോ 9:15 കണ്ടോ. വെനസ്ഡേ 13th December 2023 9:15 ടൈം, അന്ന് മാർക്കറ്റ് തുടങ്ങുന്നത്. അപ്പോഴാണ് ആ സമയത്ത് മാർക്കറ്റ് തുടങ്ങുന്നത്. ഫസ്റ്റ് ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ, ഈ വലിയ ക്യാൻഡിൽ കണ്ടോ, റെഡ് ക്യാൻഡിൽ. അതിൻ്റെ അടുത്ത ടൈം നോക്കി. ഇപ്പം നമ്മൾ 5 മിനിറ്റാണ് വെച്ചേക്കുന്നത്. അടുത്തത് 9:20 കണ്ടോ, 9:20യുടെ അടുത്ത ക്യാൻഡിലാണ് ഇത്. ഈ ക്യാൻഡിലാണ് 9:20യുടെ ക്യാൻഡിൽ. അതുപോലെ പോയി ഇപ്പോൾ 5 മിനിറ്റ് അല്ല, അപ്പോൾ നമ്മൾ 5 മിനിറ്റിൻ്റെ ഓരോ ക്യാൻഡിൽ, അതായത് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റിലുണ്ടാകുന്ന ക്യാൻഡിലാണ് ഒരു ക്യാൻഡിൽ. അപ്പോൾ 5 മിനിറ്റിൽ നമ്മൾ ടൈം ഫ്രെയിം വയ്ക്കുമ്പോഴേക്കും ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, 5 മിനിറ്റിൽ ഫോം ചെയ്യുന്ന ക്യാൻഡിലായിരിക്കും ഇത്, ഒറ്റ ക്യാൻഡിൽ. അപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ ഏതൊരു ഇത് എടുക്കുകയാണെങ്കിലും ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിലും നമ്മളിപ്പം താഴെ കാണിച്ചേക്കുന്നുണ്ടോ, താഴെ കാണിച്ചേക്കുന്ന 10:50 അല്ലേ ടൈം. അപ്പോൾ 10:50 ഉണ്ടായിരിക്കുന്ന ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ കണ്ടോ. അത് കഴിഞ്ഞ് 10:55 അതിനുണ്ടായിരിക്കുന്ന ക്യാൻഡിലാണ് ഇത് ഈ ക്യാൻഡിലാണ് 10:55 ഉണ്ടായിരിക്കുന്നത്, 10:55 ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അപ്പോൾ നമുക്കിത് ഡിലീറ്റ് ചെയ്യാം, സോറി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടൈം ഫ്രെയിമും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെന്താ, ഇപ്പം ഞാൻ ഇതുകൂടെ കാണിക്കാം, തീരുന്ന ടൈം കൂടെ കാണിക്കാം. 3:30 കണ്ടോ, ഇവിടെ 15, അത് 24 hours ടൈം ഇതാണ് കാണിക്കുന്നത്. ഇപ്പം തീർന്ന മാർക്കറ്റ് ഇതിവിടെ കണ്ടോ, ഇത് 3 മണി, 3:05, 3:10, 3:15, 3:30 മാർക്കറ്റ് തീരുന്നത്. 3:20, 3:25, 3:30. ഓക്കെ, 3:25 ഇത് കഴിഞ്ഞു, 3:30ൻ്റെ ക്യാൻഡിൽ കഴിഞ്ഞു. അടുത്ത ക്യാൻഡിൽ തുടങ്ങുന്നത് ദേ കണ്ടോ 9:15 കണ്ടോ. അപ്പോൾ നിങ്ങൾ ഡേറ്റ് മാറുന്നത് ശ്രദ്ധിച്ചോ കണ്ടോ. ഇത് ട്യൂസ്ഡേ 12th December ട്യൂസ്ഡേ ആണ്. നേരെ അടുത്തതിൽ അത് എപ്പോഴത്തെ ക്യാൻഡിലാണ്, എത്രാമത്തെ ക്യാൻഡിലാണത്?
3:25 ക്യാൻഡിൽ. അപ്പം ലാസ്റ്റ് ക്യാൻഡിലാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ 3:30 ആയി. 3:30 കഴിഞ്ഞ് അടുത്ത ക്യാൻഡിൽ ഇല്ല. ഇനി 3:30 മാർക്കറ്റ് ക്ലോസാണ്. എന്നിട്ട് നമ്മൾ അടുത്തതിലേക്ക് ഓടിക്കുമ്പോൾ കണ്ടോ, വെനസ്ഡേ, ട്യൂസ്ഡേ 12th കാണിച്ചു, അടുത്ത് വെനസ്ഡേ 13th. അതിൻ്റെ ക്യാൻഡിൽ എത്രയാണ്? അതിൻ്റെ ക്യാൻഡിൽ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയാൽ 9:15 ചാർട്ട് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാർട്ട് എന്താ പറയുക, മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിലാണ് 9:15. ഓക്കെ, അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, പെട്ടെന്ന് നമുക്ക് നോക്കി കണ്ടുപിടിക്കാമല്ലോ നിങ്ങൾക്ക് ഇനി. ഓക്കെ, ഇനി ഇത്ര നമ്മൾ പഠിച്ചു. പിന്നെ ഇവിടെ നമുക്ക് റീപ്ലേക്കുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് നമുക്ക് എന്താ പ്രീമിയത്തിൽ മാത്രമേ കിട്ടുള്ളൂ. അതായത് ഈ റീപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇത്രയും വരെയുള്ള നമ്മൾ അനലൈസ് ഒക്കെ ചെയ്തില്ലേ, ചാർട്ട് നമ്മൾ വരച്ച് അനലൈസ് ഒക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് റിപ്ലൈ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടുള്ള ഭാഗം മുഴുവനും എന്താ പറയുക ഇറേസ് ആയി പോകും. എന്നിട്ട് നമ്മൾ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ലൈവായിട്ട് നടക്കുന്ന പോലെ നമുക്കിങ്ങനെ ഗ്രാഫ് ഇങ്ങനെ എന്താ റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് പ്രീമിയത്തിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി. ഇനി മെയിനായിട്ട് നോക്കാനുള്ളത് ടൂൾസ്. മെയിൻ ഒരു കാര്യമാണ് ടൂൾസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് പഠിച്ചു, ടൈം ഫ്രെയിം പഠിച്ചു, ക്യാൻഡിൽ പഠിച്ചു, ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു, അതുപോലെ അലേർട്ട് സെറ്റ് ചെയ്യാൻ പഠിച്ചു, വാച്ച് ലിസ്റ്റ് പഠിച്ചു, എന്താ സെക്ഷൻ ആഡ് ചെയ്യാൻ പഠിച്ചു, അതുപോലെ എന്താ HDFC ഇപ്പം ഒരു ബാങ്ക് എടുക്കുവാണെങ്കിൽ ഒരു സ്റ്റോക്ക് എടുക്കുവാണെങ്കിൽ അതിൻ്റെ എന്താ LTP എങ്ങനെ നോക്കേണ്ടത് പഠിച്ചു, മാർക്കറ്റ് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്ന് പഠിച്ചു. അതുപോലെ അതിൻ്റെ വോളിയം താഴത്തോട്ട് കുറച്ച് ഐഡിയാസും നമുക്ക് എന്തെങ്കിലും അനലൈസ് ഒക്കെ ചെയ്യണമെങ്കിൽ താഴത്തോട്ട് പോയാൽ മതി, അതൊക്കെ നോക്കി. അതുപോലെ ഇതിൻ്റെ നമുക്കെന്താ ഈ സംഭവം അകത്തോട്ട് പോപ്പപ്പ് ചെയ്തും പോകണമെങ്കിൽ ഈ ഒരു നോട്ടിൻ്റെ സംഭവം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ബേസിക് കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ടൂൾസ് കണ്ടോ, ഈ ടൂൾസാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഇതിനകത്ത് മിക്ക ടൂൾസും അറിഞ്ഞിരിക്കണം, എന്തിനൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം ഇതിനകത്ത് A to Z കാര്യങ്ങൾ, A to Z ടൂൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഇതിനകത്ത് ആവശ്യമുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാൻ പറഞ്ഞു ക്രോസ് ഹെയർ, അതായത് നമ്മുടെ ക്രോസ് ഹെയർ വേണോ, ഡോട്ട് വേണോ, ആരോ വേണോ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത് നമ്മളിപ്പം 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വന്നപ്പോഴാണ് താഴെ കണ്ടോ 10:05, 10:10, 10:15, അതായത് ഒരു ക്യാൻഡിൽ 5 മിനിറ്റ്, 15 മിനിറ്റ്സ് ക്യാൻഡിൽ വന്നു വെച്ചോ. ഇപ്പോൾ നേരെ താഴെ മാറിയുണ്ടോ ടൈം 10:15, 10:30. അപ്പം ഡിഫറൻസ് എത്രയാണ്? 15 വെച്ച് കൂടി വരും. 1 hour ആണെങ്കിൽ എങ്ങനെയാണ്? 1 hour വെച്ചിട്ട് കണ്ടോ 10:15, 11:15, 12:15, അതായത് 1 hour ക്യാൻഡിലാണ്. ഇനി 1 day ആണെങ്കിലോ, ഡേ ആണെങ്കിൽ എങ്ങനെ വരും? ഇത് കണ്ടോ, ട്യൂസ്ഡേ 17th ട്യൂസ്ഡേ ആണ്, 18th വെനസ്ഡേ, 19th തേഴ്സ്ഡേ, 20th ഫ്രൈഡേ. അടുത്തത് കണ്ടോ, ഫ്രൈഡേ കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ മാർക്കറ്റില്ല. അപ്പോൾ 20th ഫ്രൈഡേ കഴിഞ്ഞാൽ 23rd മൺഡേ കണ്ടോ അടുത്ത ക്യാൻഡിൽ. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ പറയാൻ തുടങ്ങിയത് ക്രോസ് ഹെയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കണ്ടോ എങ്ങോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് നമുക്കറിയണമെങ്കിലും ഇത് ഓടിക്കാം. ഇപ്പോൾ ഇവിടെ വാല്യൂസ് അറിയണമെങ്കിൽ അറിയാം, താഴെ നേരത്തെ കണ്ട പോലെ ഡേറ്റ് അറിയണമെങ്കിൽ അറിയാം. അത് ക്രോസ് ഹെയറിൻ്റെ യൂസ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കിയത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടൂൾസ്, ഇവിടെ കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസ് മാത്രം, അതായത് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് നമുക്ക് ഏതൊക്കെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.